നോക്കൂ, എത്ര അഭിമാനത്തോടെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്ക് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയധികം അഭിമാനബോധത്തോടെ നമ്മൾ കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രയോഗമില്ല. കാരണം ഏപ്രിൽ 22-ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി ഇന്ത്യ നൽകിയപ്പോൾ അതിന് ഏറ്റവും കൃത്യമായ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെയായിരുന്നു. പാകിസ്ഥാനിലെ 9 പ്രവിശ്യകളിൽ നിലനിന്നിരുന്ന ഭീകര കേന്ദ്രങ്ങളെ വളരെ കൃത്യമായി സാധാരണ ജനങ്ങൾക്കോ സൈനിക കേന്ദ്രങ്ങൾക്കോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇന്ത്യൻ സൈന്യം തകർത്തെറിഞ്ഞപ്പോൾ പഹൽഗാമിൽ സിന്ദൂരം മാഞ്ഞവർക്കായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് 2 വനിതകളാണ്. നമ്മുടെ അഭിമാനമായ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. പുരുഷന്മാരെ അവരുടെ സ്ത്രീകൾക്ക് മുന്നിൽ വെച്ച്, അവരുടെ മക്കൾക്കും ഭാര്യമാർക്ക് മുന്നിൽ വെച്ച് തെരഞ്ഞു പിടിച്ചു കൊലപ്പെടുത്തിയ ഭീകരർ കണ്ണീർ കയത്തിലേക്ക് തള്ളിവിട്ടതിലൂടെ വിധവകളാക്കപ്പെട്ടവർക്ക് നീതി നടപ്പിലാക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം ലക്ഷ്യമിട്ടത്. അതിന് വളരെ കൃത്യമായി സൈന്യമിട്ട ആ പേര്, അത് എത്ര കൃത്യമായാണ് നമ്മുടെ മനസ്സുകളിലേക്ക് അങ്ങനെ ആഴ്ന്നിറങ്ങിയത്. ഇതിന് നേതൃത്വം നൽകിയതും ഈ 2 വനിതാ സൈനിക ഓഫീസർമാരായിരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനെതിരായ സൈനിക നടപടി വിശദീകരിക്കാൻ ഇതാദ്യമായി രാജ്യം ഒരു വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അതിന് നിയോഗിച്ചത് 2 വനിതാ ഉദ്യോഗസ്ഥരെയായിരുന്നു. ലോകം മൊത്തം കേട്ടിരുന്നു. കാരണം എത്ര അഭിമാനത്തോടെ നമ്മുടെ ഈ ധീര വനിതകളെ രാജ്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു, ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എത്ര സ്പഷ്ടമായി, സ്ഫുടമായി, അഭിമാനത്തോടെ ആ ഓപ്പറേഷൻ്റെ വിശദാംശങ്ങൾ അവർ പങ്കുവച്ചു. സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അങ്ങനെ രാജ്യത്തെ അഭിമാന താരങ്ങളായി. ഹിമാൻഷി നർവാൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ കണ്ണീരിന് മറുപടി നൽകാൻ രാജ്യം വളരെ കൃത്യമായി അവരെ നിയോഗിച്ചു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈനിക നടപടി സ്വീകരിച്ചപ്പോൾ നടത്തിയ തുടർച്ചയായ പത്രസമ്മേളനങ്ങളിൽ വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പമുണ്ടായിരുന്ന ശ്രദ്ധേയമായ ഈ വനിതകൾ അങ്ങനെ രാജ്യത്തിൻ്റെ അഭിമാനമായി. സൈന്യത്തിൻ്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് ഗുജറാത്ത് സ്വദേശിയായ സോഫിയ ഖുറേഷി. മുത്തച്ഛൻ്റെ പാത പിന്തുടർന്ന് സൈന്യത്തിലെത്തിയ സോഫിയയുടെ ഭർത്താവും സൈനിക ഓഫീസറാണ്. 1999-ൽ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് ലെഫ്റ്റനൻ്റായാണ് സോഫിയ ഖുറേഷി സൈന്യത്തിൽ എത്തിയത്. 2016-ൽ ഫോഴ്സ് 18 സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചതോടെയാണ് സോഫിയ ഖുറേഷി ശ്രദ്ധേയയാകുന്നത്. ഫോഴ്സ് 18-ലെ ഏക വനിതാ കണ്ടിൻജൻറ്റ് കമാൻഡർ എന്ന നേട്ടവും സോഫിയയ്ക്ക് സ്വന്തമാണ്. ഇന്ത്യയിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ ഈ സൈനിക അഭ്യാസത്തിൽ ഇന്ത്യക്ക് പുറമെ മറ്റ് 17 രാജ്യങ്ങൾ കൂടി പങ്കെടുത്തിരുന്നു എന്നോർക്കണം. സൈനിക അഭ്യാസത്തിൻ്റെ 18 ലീഡിംഗ് കമാൻഡർമാരിലെ ഏക വനിതാ സാന്നിധ്യമായി മാറിയപ്പോൾ ലോകം സോഫിയ ഖുറേഷിയെ ശ്രദ്ധിച്ചു. രാജ്യം അഭിമാനം കൊണ്ടു. ഒരു സ്ത്രീ എന്നതിലുപരി കഴിവും പ്രാപ്തിയുമാണ് സോഫിയ ഖുറേഷിയെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതെന്ന് മുൻ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞിരുന്നത് ഇവിടെ പ്രസക്തമാവുകയാണ്. ഇത്രത്തോളം അഭിമാനകരമായി നമ്മൾ അവതരിപ്പിച്ച ഒരാളെ നോക്കുക. നമ്മുടെ വിജയം നമ്മുടെ സൈന്യത്തിൻ്റെ വിജയമാണ്. നമുക്ക് കരുത്തുള്ള രാഷ്ട്രീയ നേതൃത്വമുണ്ട്. നരേന്ദ്രമോദി എന്ന വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം സൈന്യത്തിന് നൽകുന്ന വല്ലാത്ത ഒരു മോട്ടിവേഷൻ, എല്ലാ തിരിച്ചടിക്കുള്ള എല്ലാ അവകാശവും സൈന്യത്തെ ഏൽപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ച നിമിഷം അന്ന് മുതൽ തന്നെ നമ്മുടെ സൈന്യം എല്ലാ തിരിച്ചടികൾക്കും സജ്ജരായിരുന്നു. രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് നമ്മുടെ സൈനിക മേധാവികൾ തുടർച്ചയായി പ്രഖ്യാപിച്ചു. ഈ ഒരു ഫീൽ താഴെത്തട്ടിൽ വരെയുള്ള സൈനിക ഓഫീസർമാരുടെയിൽ, സൈനിക ഉദ്യോഗസ്ഥർക്കിടയിൽ അതേ തരത്തിൽ നൽകാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിച്ചു. പക്ഷേ അപ്പോഴും ആലോചിക്കണം, മധ്യപ്രദേശിലെ ഒരു മന്ത്രി, അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തെ അഭിമാനമായ ഒരു വനിതയെ വിശേഷിപ്പിക്കാനാകുമോ? ഭീകരവാദികളുടെ സഹോദരി എന്നാണ് സോഫിയ ഖുറേഷിയെ ഇയാൾ വിശേഷിപ്പിച്ചത്. മധ്യപ്രദേശിലെ ഗോത്രവർഗ മന്ത്രിയായ കുൻവർ വിജയ് ഷാ എന്ന ആ വിഡ്ഢി, അയാളെ അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം രാജ്യം മുഴുവൻ അഭിമാനത്തോടെ ഒരാളെ കാണുമ്പോൾ ഇതിനും മറ്റു തലത്തിലുള്ള വ്യാഖ്യാനം നൽകുന്ന ഒരാളെ ആക്ഷേപിക്കുന്ന മന്ത്രി അല്ല ആരായാലും അതിന് ആ ഒരു വ്യാഖ്യാനം നൽകുക വേണം. മന്ത്രിയുടെ പ്രസ്താവന അത് വൈകാതെ വിവാദമായി. മന്ത്രി അധിക്ഷേപിച്ച് സംസാരിക്കുന്ന വീഡിയോ കോൺഗ്രസ് പാർട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അതിങ്ങനെയായിരുന്നു:
നമ്മുടെ പെൺമക്കളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചവർ, അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞങ്ങൾ അവരുടെ സഹോദരിയെ അയച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഈ മതം ചോദിച്ച് നമുക്കറിയാം നമ്മുടെ സാധാരണക്കാരായ 28 പേരെ കൊന്ന ഭീകരവാദികളുമായി ഇയാൾക്ക് എന്ത് വ്യത്യാസമാണുള്ളത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഝാൻസി റാണിക്കൊപ്പം സ്വാതന്ത്ര്യത്തിനായി യുദ്ധം ചെയ്ത പാരമ്പര്യമുണ്ട് കേണൽ സോഫിയ ഖുറേഷിയുടെ കുടുംബത്തിന്. അത് മനസ്സിലാക്കണം. സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലായിരുന്നു സോഫിയ ഖുറേഷിയുടെ ജനനം എന്നത് മനസ്സിലാക്കണം. മുത്തച്ഛനും അച്ഛനും ഇന്ത്യൻ സൈന്യത്തിൽ ഉദ്യോഗസ്ഥരായിരുന്നു. അതിനാൽ തന്നെ ചെറുപ്പം മുതലേ ദേശസ്നേഹവും സൈന്യത്തോടുള്ള അഭിനിവേശവും വളരെ വലുതായിരുന്നു അവർക്ക്. ഒരു സൈനിക ഉദ്യോഗസ്ഥരെ തന്നെയാണ് സോഫിയ ഖുറേഷി വിവാഹം കഴിച്ചത്. ഭർത്താവ് മെക്കനൈസ്ഡ് ഇൻഫൻട്രി ഉദ്യോഗസ്ഥനാണ്. ഓപ്പറേഷൻ സിന്ദൂർ ദേശീയ സെലിബ്രിറ്റിയാക്കിയ കേണൽ സോഫിയ കർണാടകയിലെ ബെളഗാവി വില്ലേജിലെ ആളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. കൊന്നൂർ ഗ്രാമത്തിന് അതിരറ്റ ആഹ്ലാദമുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്നുള്ള കേണൽ തായുദ്ദീൻ ബഗേവാഡിയ അവരുടെ കുടുംബം സോഫിയയെക്കുറിച്ച് വല്ലാതെ അഭിമാനിക്കുന്നുണ്ട്. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമെടുത്ത് സൈന്യവുമായി ബന്ധപ്പെട്ട് അധ്യാപികയാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന സോഫിയ സൈന്യത്തിൽ അവസരം ലഭിച്ചപ്പോൾ അഭിമാനത്തോടുകൂടി അവിടെ അതിൽ ചേരുകയും തൻ്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചില രാഷ്ട്രീയ നപുംസകങ്ങൾ, ചില വിമർശനങ്ങൾ ഉയർത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ വളരെ വ്യക്തമായി തന്നെ അവർക്ക് മറുപടി നൽകുകയുണ്ടായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളടക്കം. BJP അയാളെ തള്ളിപ്പറഞ്ഞു. വളരെ വ്യക്തമായി തന്നെ അയാളെ തള്ളിപ്പറയുകയുണ്ടായി. തങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുന്നു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വനിതയെ ഈ തരത്തിൽ അപമാനിക്കുക എന്നുള്ളത് ആർക്കും സഹിക്കാവുന്ന ഒരു കാര്യമല്ല. ഈ മന്ത്രിയോട് മാപ്പ് പറയാൻ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുപ്രീം കോടതി കൂടി ആവശ്യപ്പെടുകയാണ്. ഇന്ത്യൻ ആർമി ഓഫീസർ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ വിജയ് ഷാ എന്ന മന്ത്രിയെ ഇന്ന് രൂക്ഷമായി സുപ്രീം കോടതി വിമർശിച്ചു. സൈനിക വിമുക്ത ഭടന്മാർ, ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി എന്നിവർ നിന്ന് വ്യാപകമായ വിമർശനം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നും ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പൊതുവെ ഉയർന്നിരിക്കുന്ന ആവശ്യം. ഈ ആവശ്യം സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി, ഹൈക്കോടതിയുടെ നിർദ്ദേശം സ്റ്റേ ചെയ്യാൻ കൂടി സുപ്രീം കോടതി വിസമ്മതിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അറസ്റ്റിൽ നിന്ന് ഇടക്കാല സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ഇക്കാര്യം പറഞ്ഞു. ഏതായാലും മന്ത്രിയുടെ പരാമർശങ്ങൾ അസ്വീകാര്യവും വികാരരഹിതവുമാണെന്ന് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി വിശേഷിപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ സംസാരത്തിൽ സംയമനം പാലിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയാണ്. എന്തൊരു തരം അഭിപ്രായങ്ങളാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കുറച്ച് സെൻസിബിലിറ്റി കാണിക്കണം. പോയി ഹൈക്കോടതിയിൽ മാപ്പ് പറയുമെന്നും മന്ത്രിയോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ്. ഇത്തരത്തിൽ നമുക്കറിയാം, നമ്മുടെ ഒരു സംവിധാനത്തെ മുഴുവൻ അഭിമാനകരമായി കൊണ്ടു നടക്കുന്ന രാജ്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അതിനെ അത്തരത്തിൽ കൈകാര്യം ചെയ്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഇരകളാക്കപ്പെട്ട നിരവധി സ്ത്രീകളുണ്ട് പഹൽഗാം ആക്രമണത്തിൽ. അവർക്ക് വലിയ തോതിൽ അഭിമാനത്തോടു കൂടി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. അതാരായാലും അയാൾ മാപ്പർഹിക്കുന്നില്ല. സോഫിയ ഖുറേഷി എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകും. അഭിമാനത്തോടെ നമ്മുടെ സഹോദരിയായി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വനിതയായി നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ അവരങ്ങനെ നിൽക്കുകയും ചെയ്യും.